എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മധുര വിഭവമാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു മധുര പൊങ്കലാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മളെ അവില് വെച്ചിട്ട് റൈസ് ഫ്ലേക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനിപ്പോൾ ഞാൻ കുറച്ച് അവില് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരളവ് പറയുകയാണെങ്കിൽ ഒരു 1.5 കപ്പൊക്കെ അവിലുണ്ടാവും. ഇത് കുറച്ച് ഈ മട്ട അവിലാണ്. ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരമായി, ഞാനിപ്പോൾ ഒരു 6:30 മണിക്കാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. പെട്ടെന്നൊരു മധുരം കഴിക്കാൻ തോന്നിയപ്പോൾ ചെയ്യുന്നതാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം അതിന് ആദ്യം വേണ്ടത് നമ്മുടെ ഈ ചെറുപയർ പരിപ്പുണ്ടല്ലോ, അതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പാണിത്, ചെറുപയർ പരിപ്പ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്തതാണ്, വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചെറുപയർ പരിപ്പൊക്കെ ഞാൻ കുക്കറിലേക്ക് ഇട്ടു. അപ്പോൾ അത് എടുത്ത അളവ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നോക്കൂ, നമ്മുടെ ഈ കപ്പ് 1/4 കപ്പിനുള്ള ചെറുപയർ പരിപ്പാണ് എടുത്തത്. അപ്പോൾ വെള്ളത്തിൽ കുതിർന്ന് കിടന്നതുകൊണ്ടാണ് അത് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നത്. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു. മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഇത് നമ്മൾ കുക്കർ അടച്ചു വെച്ച് ആദ്യം ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ചെറുതാക്കി വെച്ച് ഒരു 3 വിസിൽ വീണ്ടും വരണം. എന്നിട്ട് നന്നായി വെന്ത് വരട്ടെ, നല്ലോണം അങ്ങോട്ട് ഒടഞ്ഞോട്ടെ കേട്ടോ. ഞാൻ വേവിച്ചെടുത്തിട്ട് ബാക്കി പറയാം. അപ്പോൾ ഇത് നമ്മളെ ചെറുപയർ പരിപ്പൊക്കെ നന്നായി വെന്തുടഞ്ഞു കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമ്മളെ ഈ അവിലാണ്, അത് ഞാനൊന്ന് കഴുകി വെച്ചതാണ്. അപ്പം അതതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അവിലിട്ട് കഴിഞ്ഞിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പം അവില് നന്നായി ഞാനിങ്ങനെ ഇളക്കി കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കുന്നത് മധുരം ചേർക്കണമല്ലോ. അപ്പം അതിന് ചേർക്കുന്നത് ശർക്കരയാണ്. ശർക്കര ഇങ്ങനെ ഉരുക്കി വെച്ചേക്കാണ്. അപ്പം അതിൽ നിന്ന് എടുത്തിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 വലിയ സ്പൂണാണിത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം മധുരമൊക്കെ അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ശർക്കരയായിട്ട് ചേർക്കുകയാണെങ്കിൽ പൊടിയായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. ഞാനിപ്പോൾ ഇത് ഉണ്ട ശർക്കരയായിരുന്നു, അപ്പോൾ അതിൽ അഴുക്കുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നിച്ചിങ്ങനെ അരിച്ച് വെക്കുക പതിവ്. അപ്പോൾ ആവശ്യത്തിന് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ടേ കുറച്ച് ശർക്കര എടുത്തിട്ട് ഉരുക്കി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന ഒരു പതിവുണ്ട് ഇവിടെ. അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണേ. നെയ്യ് കുറച്ച് നന്നായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇത് ഇളക്കി കൊടുക്കാം. കണ്ടോ, നമ്മളെ അവിൽ പൊങ്കലൊക്കെ നന്നായി അത് മിക്സായി കേട്ടോ. അത് ആ പരിപ്പും അവിലും നന്നായി മിക്സായി, നല്ല സ്വാദുള്ളൊരു പലഹാരം കേട്ടോ. അത് നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇറക്കാനായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കാഷ്യൂനട്ടും നമ്മളെ കിസ്മിസും നെയ്യിൽ വറുക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പൊങ്കലൊക്കെ റെഡിയായി. ഒരു 15 മിനിറ്റ് ഇപ്പോൾ ആ പരിപ്പ് വേവുന്ന ആ സമയം മാത്രമേ എക്സ്ട്രാ വന്നുള്ളൂ. ഇത് കഴിഞ്ഞാൽ പെട്ടെന്നാവും. അവിലല്ലേ, അതിനത്ര വേവൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേ നമ്മളെ മധുരപ്പൊങ്കലൊക്കെ തയ്യാറായി. അവില് കൊണ്ടുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പണി കഴിയും. പെട്ടെന്നൊരു മധുരം കഴിക്കണമെന്ന് വെച്ചാൽ നല്ലൊരു സാധനമാണ് കേട്ടോ. ഇപ്പം ഭഗവാനൊക്കെ നേദിക്കാനൊക്കെ നല്ലതാണ്. നല്ലൊരു പലഹാരമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായൊരു പലഹാരം. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പം പൊങ്കൽ കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അവിലൊക്കെ ഉണ്ടെങ്കിൽ, ചെറുപയർ പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി നോക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അതിന്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഈ അവില് കൊണ്ടുള്ള മധുര പൊങ്കലൊന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ. ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.